കുരുമുളകിന് തളർച്ച. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളകിന് അന്തർ സംസ്ഥാന വ്യാപാരികളിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞത് ഉൽപ്പന്ന വിലയെ അല്പം തളർത്തി. നാടൻ കുരുമുളക് കാര്യമായി വിൽപ്പനയ്ക്ക് എത്തുന്നില്ലെങ്കിലും നിരക്ക് താഴ്ത്തി കാർഷിക മേഖലയിൽ പരിഭ്രാന്തി പരത്താൻ വാങ്ങലുകാർ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഉൽപ്പാദകർ വിൽപ്പനയ്ക്ക് കാര്യമായ താൽപ്പര്യം കാണിച്ചില്ല. ഈസ്റ്റർ അടുത്തതോടെ പണത്തിനുള്ള ആവശ്യം മുൻനിർത്തി ചെറുകിട കർഷകർ ചരക്ക് വിപണിയിൽ ഇറക്കുമെന്ന് കണക്ക് കൂട്ടലിലാണ് വാങ്ങലുകാർ. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളകിന് 695 രൂപയിൽ നിന്നും 687 രൂപയായി. ഗാർബിൾഡ് മുളക് വില 707 രൂപ. ആഭ്യന്തര വ്യാപാരികളിൽ നിന്നും ശക്തമായ വാങ്ങൽ താൽപ്പര്യം ഏലത്തിൽ അനുഭവപ്പെട്ടു. വലിപ്പം കൂടിയ ഇനങ്ങൾ ശേഖരിക്കാൻ കയറ്റുമതി സമൂഹം ഉത്സാഹിച്ചു. ശരാശരി ഇനം ഏലയ്ക്ക വാരാന്ത്യം കിലോ 2232 രൂപയിലും മികച്ച ഇനങ്ങൾ 2523 രൂപയിലുമാണ്. നാളികേരത്തിൽ മാറ്റമില്ല. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ തുടർച്ചയായ മൂന്നാം വാരത്തിലും മാറ്റമില്ല. ഈസ്റ്റർ അടുത്തതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം വ്യവസായികൾ. മില്ലുകാർ എണ്ണ റിലീസിംഗ് നിയന്ത്രിച്ച് വില ഉയർത്താൻ ശ്രമം നടത്തുന്നുണ്ട്. നേരത്തെ വെളിച്ചെണ്ണ വില ഉയർത്താൻ തമിഴ്നാട് നടത്തിയ നീക്കങ്ങൾ ഫലം കാണാതെ വന്നതോടെ ഒരു വിഭാഗം വ്യവസായികൾ സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ കാണിച്ച തിടുക്കം വിലയിടിവിന് കാരണമായി. കാങ്കയത്ത് എണ്ണവില 22,350 രൂപയായും കൊപ്ര 15,050 രൂപയായും കുറഞ്ഞു. കൊച്ചിയിൽ തുടർച്ചയായ മൂന്നാം വാരത്തിലും എണ്ണ 26,900 രൂപയിലുമാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.